ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താണ് ന്യൂ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ചാനലാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടുകാരാണെങ്കിൽ, ഇനി പോളിടെക്നിക്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്താണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ലാറ്ററൽ എൻട്രിക്ക് പ്ലസ് ടുക്കാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കേരള പോളിടെക്നിക് കോളേജുകളിലെ 3 വർഷ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ 3-ാം സെമസ്റ്റർ, അതായത് 2-ാം വർഷ ക്ലാസ്സിലേക്ക് ലാറ്ററൽ എൻട്രിക്കുള്ള ഓൺലൈൻ അപേക്ഷ മെയ് 30 വരെ സ്വീകരിക്കുന്നതായിരിക്കും. 400 രൂപ ഫീസ് അടച്ചിട്ട് 30-നെങ്കിലും ഒറ്റ തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. SC/ST വിഭാഗമാണെങ്കിൽ 200 രൂപയാണ് കേട്ടോ, അല്ലെങ്കിൽ 400 രൂപയാണ്. SC/ST ആണെങ്കിൽ 200 രൂപയാണ്. 3-ാം സെമസ്റ്ററിൽ പ്രവേശിച്ച് 2 വർഷം കൊണ്ട് പ്രോഗ്രാം നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇനി പ്രവേശന യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം 50% മാർക്കോടെ പ്ലസ് ടു അഥവാ VHSC ജയിച്ചിരിക്കണം. കെമിസ്ട്രിക്ക് പകരം നിർദ്ദിഷ്ടം 11 വിഷയങ്ങളൊന്നായാലും മതിയാകും. VHSC-കാരിൽ അഡീഷണൽ മാത്സ് വേണ്ടവർ ആ യോഗ്യതയും നേടിയിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 50% മൊത്തം മാർക്കോടെ 2 വർഷ ITI KGCE ജയിച്ചവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷ 2 ചാൻസിനകം ജയിച്ചിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സെയിം പരീക്ഷ അധിക ചാൻസ് ആയിട്ട് കണക്കാക്കുന്നതല്ല. പ്രവേശനത്തിന് ശേഷം വിദ്യാർത്ഥിയുടെ പരീക്ഷാ യോഗ്യത അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, ബ്രിഡ്ജ് കോഴ്സുകളിൽ ജയിക്കേണ്ടതുണ്ട്. കോഴിക്കോട് കളമശ്ശേരി പോളിടെക്നിക്കുകളിലും തിരുവനന്തപുരം വനിതാ പോളിടെക്നിക്കിലും ബധിര വിദ്യാർത്ഥികൾക്ക് ബാച്ചുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നോക്കിയായിരിക്കും എന്ത് സെലക്ഷൻ ഉണ്ടായിരിക്കുക. എൻട്രൻസ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. ദർ ഇസ് നോ എൻട്രൻസ് എക്സാം. ഇനി ജില്ലാടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തുന്നതായിരിക്കും. ഇതിനു പുറമെ താല്പര്യമുള്ളവർക്ക് മാനേജ്മെന്റ് കോട്ട, അതുപോലെ തന്നെ സീറ്റിലേക്കുള്ള വിശേഷ അപേക്ഷയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ അപേക്ഷ മാനേജ്മെന്റ് കോട്ടയിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി എന്താണ് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയ്ഡഡ് അല്ലെങ്കിൽ സ്വാശ്രയ മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്ക് അഡ്മിഷൻ പോർട്ടലിലെ അപ്ലിക്കേഷൻ ടു മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് ലിങ്കിലൂടെ പ്രത്യേകം അപേക്ഷിക്കുകയും ഹാർഡ് കോപ്പി അതത് സ്ഥാപനത്തിൽ നൽകുകയും വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.polyadmission.org എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 2025 മെയ് 30-നാണ്. ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. 50% മാർക്കാണ് വേണ്ടത്. എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എയ്ഡഡ് അല്ലെങ്കിൽ സ്വാശ്രയ മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്ക് അഡ്മിഷൻ പോർട്ടലിലെ അപ്ലിക്കേഷൻ ടു മാനേജ്മെന്റ് കോട്ട സീറ്റ്സ് ലിങ്കിലൂടെ പ്രത്യേകം അപേക്ഷിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി പോളിടെക്നിക്കിൽ ഇതിൽ ലാറ്ററൽ എൻട്രി മിനിമം യോഗ്യത പരിഷ്കരിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ 2-ാം വർഷ ക്ലാസ്സിലേക്ക് പ്ലസ് ടു VHSC വിദ്യാർത്ഥികളെ ലാറ്ററൽ എൻട്രിക്കുള്ള കുറഞ്ഞ യോഗ്യത ഭാഷകളടക്കം എല്ലാ വിഷയങ്ങൾക്കും നേടിയ മൊത്തം മാർക്ക് എന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് വിഷയങ്ങൾ നേടിയ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു പ്രവേശനം. അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ അടങ്ങിയ പ്ലസ് ടു അഥവാ VHSC 50% മൊത്തം മാർക്കോടെ ജയിച്ചിരിക്കണമെന്നും വ്യവസ്ഥ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി കെമിസ്ട്രിക്ക് പകരം നിർദ്ദിഷ്ട 11 വിഷയങ്ങൾ ഒന്നായാലും മതിയായിരിക്കും. ഇനി VHSC പഠിച്ചവരിൽ അഡീഷണൽ മാത്സ് വേണ്ടവർ ആ യോഗ്യതയും നേടിയിരിക്കണം. ഈ വർഷത്തെ പ്രവേശനം ഈ വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും. 50% മൊത്തം മാർക്കോടെ 2 വർഷ ITI അല്ലെങ്കിൽ KGCE ജയിച്ചവർക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ജേർണലിസം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ മാസ്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ കോട്ടയം മാസ്കോമില് ജേർണലിസം പഠിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ലാസ്റ്റ് 2025 മെയ് 31-നാണ്. ഇപ്പൊ കോട്ടയം മാസ്കോമിൽ മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ 10 മാസത്തെ PG ഡിപ്ലോമ ഇൻ ജേർണലിസം പ്രോഗ്രാമിലേക്ക് ഈ മാസം 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ്, പ്രിന്റ്
മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്നതായിരിക്കും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ സ്പെഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ബിരുദധാരികൾക്കും ബിരുദഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മികച്ച അക്കാദമിക് ചരിത്രം, സമകാലിക വിഷയങ്ങൾ താല്പര്യം, എഴുതാനുള്ള കഴിവ്, ജേർണലിസം അഭിരുചി എന്നിവ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപയാണ് കോഴ്സ് ഫീസ്. ഓക്കെ, ഇനി അത് 2 ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. 75,000, 50,000 എന്ന രീതിയിൽ. ക്ലാസ് റൂം പഠനം, ഫീൽഡ് ട്രിപ്പുകൾ, പ്രമുഖരുമായിട്ടുള്ള മുഖാമുഖങ്ങൾ, ഭാഷാ പരിചയം, റിപ്പോർട്ടിംഗ്, എഡിറ്റിംഗ്, അതിവേഗ എഴുത്ത്, ആങ്കറിംഗ്, വീഡിയോഗ്രഫി, ഡിജിറ്റൽ ജേർണലിസം, മൊബൈൽ ജേർണലിസം, സോഷ്യൽ മീഡിയ തുടങ്ങിയവയിലും അതുപോലെ തന്നെ ഡോക്യുമെന്ററി, സ്റ്റുഡിയോ അധിഷ്ഠിത വിവരങ്ങൾ തയ്യാറാക്കുന്നതിലും പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. മുൻ ബാച്ചുകാർക്ക് മികച്ച നിയമനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ജൂൺ 8-ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഓൺലൈൻ പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഭാഷാ പ്രാവീണ്യവും പൊതുവിജ്ഞാപനവും വിലയിരുത്തുന്നതായിരിക്കും. ഇനി മികവുള്ളവരെ ജൂൺ 18, 19, 20 തീയതികളിൽ ഓൺലൈനായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഫൈനലി ആയിരിക്കും ഒരു സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. 500 രൂപയാണ് ഫീ. അത് ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഇനി ഓഫ്ലൈൻ ആയിട്ട് അപേക്ഷകര് ഓഫ്ലൈൻ ആയിട്ട് ഇപ്പോൾ കോട്ടയത്ത് ഉള്ളവരാണെങ്കിൽ നമുക്ക് അവർക്ക് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാം. ഓഫ്ലൈൻ അപേക്ഷകർ എന്താണ് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പൂരിപ്പിച്ച് മാസ്കോം എന്ന പേരിൽ കോട്ടയത്ത് മാറാവുന്ന 500 രൂപയുടെ ഡ്രാഫ്റ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.manorama.jschool.com എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ലാസ്റ്റ് ഡേറ്റ് 2025 മെയ് 31-നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ്, പ്രിന്റർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഫീസ് എന്ന് പറയുന്നത് 1.25 ലക്ഷം രൂപയാണ്. കാര്യം 10 മാസത്തെ PG ഡിപ്ലോമ ഇൻ ജേർണലിസം പ്രോഗ്രാം ആണ് കേട്ടോ. ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. 2025 ജൂൺ 8-നാണ് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുക. ഇന്റർവ്യൂ ഡേറ്റ് ജൂൺ 18, 19, 20 ദിവസങ്ങളിലായിരിക്കും. 500 രൂപയാണ് ഫീ. ഓക്കെ, ഇനി MG യൂണിവേഴ്സിറ്റിയിലാണ്. MG യൂണിവേഴ്സിറ്റിയിൽ MG സർവകലാശാലയിലെ അഫിലിയേറ്റഡ് ചെയ്ത ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകളിലെ 1ാം വർഷ B.Ed പ്രോഗ്രാമുകളിൽ ഏകജാലക സംവിധാനം വഴി പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ B.Edനാണ്. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്ക് ഇത്തവണ മുതൽ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സർവകലാശാലയാണ് അലോട്ട്മെന്റ് നടത്തുക കേട്ടോ. കമ്മ്യൂണിറ്റി മെറിറ്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എയ്ഡഡ് കോളേജുകളിൽ മാത്രമാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. മാനേജ്മെന്റ്, സ്പോർട്സ്, ഭിന്നശേഷി ക്വാട്ടകൾ പ്രവേശനത്തിന് അപേക്ഷകർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത ശേഷം ക്യാപ് അപേക്ഷ നമ്പർ കോളേജുകളിൽ നൽകേണ്ടതുണ്ട് കേട്ടോ. ഏകജാലക സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നവരെ മാത്രമാണ് മാനേജ്മെന്റ് കോട്ടയിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ സംവരണാനുകൂല്യത്തിന് അർഹതയുള്ളവർ സാക്ഷ്യപത്രങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫീസിന്റെ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്ലിക്കേഷൻ ഫീസ് പൊതുവിഭാഗത്തിന് 1300 രൂപയും ഇനി SC/ST വിഭാഗത്തിന് 650 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയായിരിക്കും. ഒരു ഫോൺ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 048127335511 അതുപോലെ തന്നെ 048127335521. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്? പോളിടെക്നിക് ലേറ്ററൽ എൻട്രിയിൽ അല്ലെ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 മെയ് 30-നാണ്. ഫീസ് എത്രയാണ്? 400 രൂപയാണ്. 50% മാർക്കാണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. എൻട്രൻസ് എക്സാം ഇല്ല. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.polyadmission.org എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അതുപോലെ ജേർണലിസം ആണെങ്കിൽ ജേർണലിസത്തിന് എന്താണ് ക്വാളിഫിക്കേഷൻ? ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ലാസ്റ്റ് ഡേറ്റ് 2025 മെയ് 31-നാണ്. മാസ് കോമിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെ, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നത്? ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ്, പ്രിന്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിലെ ഫീസ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. 2 ഗഡുക്കളായിട്ടാണ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. 2025 ജൂൺ 8-ന് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. 500 രൂപയാണ് ഫീസ്. ഫീസ് മീൻസ് അപ്ലൈ ചെയ്യേണ്ട ഫീസ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഫീസ്. അതാണ് കോഴ്സ് ഫീസ്. എത്രയാണ്? 1.25 ലക്ഷം രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.manorama.jschool.com എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ MG സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജുകളിലെ 1ാം വർഷ B.Ed പ്രോഗ്രാമുകളിൽ ഏകജാലക സംവിധാനം വഴി പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്ക് ഇത്തവണ മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സർവകലാശാലകളാണ് അലോട്ട്മെന്റ് നടത്തുക അല്ലെ. കമ്മ്യൂണിറ്റി മെറിറ്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് അതത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എയ്ഡഡ് കോളേജുകൾക്ക് മാത്രമാണ് അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്.
മറക്കരുത്. പിന്നെന്താ പറയാനുള്ളത്, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഫീസ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. SC/ST ആണെങ്കിൽ 650 രൂപയാണ്. ഫോൺ നമ്പർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 048127335511, അതുപോലെ തന്നെ 048127335521 എന്നുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.